മുതിർന്നവരിലുള്ള ADHD ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഫോക്കസ് അറ്റൻഷൻ്റെ കുറവ്, പല കാര്യങ്ങളിൽ ഒരു സമയത്ത് എൻഗേജ് ചെയ്യാൻ മൾട്ടി ടാസ്കിങ് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ പ്രോക്രാസ്റ്റിനേഷൻ, അതായത് ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നവർക്ക്. സൈക്കോളജിസ്റ്റിന് സഹായം തേടാം. പിന്നെ മെഡിറ്റേഷൻ പോലെ കാര്യങ്ങൾ ചെയ്യാം, യോഗ ചെയ്യാം. കൂടുതൽ സിവിയർ ആണ്, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർക്ക് മെഡിസിൻസ് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അത് ഡോക്ടർ ഡിസൈഡ് ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞത് കണ്ടീഷന്റെ സിവിയറിറ്റി അനുസരിച്ചാണ്. ബേസിക്കലി സൈക്കോളജിസ്റ്റ് തന്നെ മുതിർന്നവരാകുമ്പോൾ അവർക്ക് ഇപ്പോൾ ഓക്യുപ്പേഷൻ തെറപ്പി കൊണ്ടോ ഒന്നും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ടോടുകൂടി ചിലർക്ക് അവരുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അപ്പം മെഡിസിൻ വേണമെങ്കിൽ അവിടെയും നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇവരുടെ ഫുഡ് കഴിക്കുന്നതിൽ വരെ പ്രശ്നങ്ങൾ കാണും. കാരണം ഇമ്പൾസീവ് ഡിസിഷൻ എടുത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ അവർക്ക് ഫിസിക്കൽ എക്സസൈസ്, ഇപ്പൊ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടാൻ പോവുക, അപ്പൊ അങ്ങനെ ഒരു റൊട്ടീൻ പ്രോപ്പർ ആക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഒരു കാര്യം ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണം. അതെ, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ള ഒരു പാറ്റേണിലേക്ക് ഇവരെ മാറ്റിയെടുക്കുക.